ഹായ് നമസ്കാരം കൂട്ടുകാരെ. വീണ്ടും ഓരോരോ ചെറിയ ചെറിയ വിവാദങ്ങൾ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചില ഓൺലൈൻ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് കഴിഞ്ഞ ദിവസം ഈ മനാഫുമായിട്ട് ബന്ധപ്പെട്ട് വന്ന എല്ലാ വിവാദങ്ങൾക്കും മറ്റൊരു വശം കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് കഴിഞ്ഞ ആഴ്ച മുഴുവനും കേരളത്തിലെ എല്ലാ മെയിൻ സ്ട്രീം ചാനലുകളും ഓൺലൈൻ ചാനലുകളെല്ലാം പിറകെ നടന്നത് PV അൻവറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ്. എല്ലാ ക്യാമറ കണ്ണുകളും PV അൻവറിലേക്കാണ് പോയത്. സർക്കാരിനെ വലിയ രീതിയിൽ വിമർശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു വാർത്തയായിട്ട് ബന്ധപ്പെട്ട് വന്നിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്ന ഈ മനാഫുമായിട്ട് ബന്ധപ്പെട്ട് മനാഫിനെതിരെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കേസ് കോടതിയിൽ നിലനിൽക്കില്ല എന്നറിയാം. അത് തള്ളിപ്പോകുന്നൊരു കേസ് തന്നെയാണ്. അപ്പോൾ മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇപ്പോൾ കേരളീയ സമൂഹം നൽകിയിട്ടുള്ളൊരു പ്രാധാന്യം വെച്ച് കണക്ക് കൂട്ടുമ്പോൾ മനാഫിനെതിരെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ളൊരു ജനശ്രദ്ധയും അതുപോലെ തന്നെ ക്യാമറ കണ്ണുകളും മെയിൻ സ്ട്രീം ചാനലിൻ്റെ ക്യാമറ കണ്ണുകളും എല്ലാം മനാഫിൻ്റെ പുറകെ പോകുമെന്നറിയാം. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന, അതായത് കഴിഞ്ഞ ആഴ്ചയിൽ വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ട് PV അൻവറും സർക്കാരും തമ്മിലുള്ള ഒരു ഉടക്ക്, അവർ തമ്മിലുള്ള ഒരു വലിയ വാഗ്വാദങ്ങളിൽ നിന്ന് സർക്കാരിൻ്റെ മുഖം രക്ഷിച്ചെടുക്കുകയും ചെയ്യാം. ഇവിടെ മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഗ്രാഫ് ഒരു നിലനിൽക്കാത്ത ഒരു കേസിൻ്റെ പേരിൽ അങ്ങ് ഉയർത്തുകയും ചെയ്യാം. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള രീതിയിൽ സർക്കാർ കളിച്ച ഒരു കള്ളക്കളിയാണോ എന്നുള്ള ഒരു സംശയം പല ഓൺലൈൻ ചാനലുകളും ഇപ്പോൾ രംഗത്തിട്ട് കഴിഞ്ഞു. അപ്പോൾ കേരളത്തിൽ ഇനിയുള്ള ദിവസം ഇത്തരത്തിലൊരു ചർച്ച മുന്നോട്ട് പോകാനൊരു സാധ്യതയുണ്ട്. സർക്കാരിൻ്റെ പ്ലാനിംഗ് ആണോ ഇതെല്ലാം? അതായത് ഈ പറയുന്ന മനാഫിനെതിരെ വലിയ കുറ്റങ്ങളൊന്നും ഇല്ലാതിരുന്നതിനൊക്കെ പോലും സർക്കാർ ജോലി കിട്ടിയ ഈ അർജുൻ എന്ന് പറയുന്ന ഒരു DYFI പ്രവർത്തകനായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് ആ വൈഫിനൊരു ജോലി കൊടുക്കുന്നു. പിന്നെ കാശായിട്ട് വലിയ ധനസഹായം സർക്കാർ ചെയ്യുന്നു. അതിൻ്റെ പ്രത്യേക ഉപകാരമായിട്ടാണോ ഒരു പത്രസമ്മേളനം മനാഫിനെതിരെ അവർ നടത്തിയത് എന്നുള്ള, അതൊക്കെ ഒരു സെറ്റിട്ടതാണോ, അല്ലെങ്കിൽ ഇതെല്ലാം നേരെ ആരെങ്കിലുടെയും ഒരു പ്ലാനിങ്ങിൻ്റെ ഫലമായിട്ട് ചെയ്തതാണോ എന്നുള്ളൊരു സംശയം പല ഓൺലൈൻ ചാനലുകളും കേരളത്തിൽ ഉയർത്തിക്കഴിഞ്ഞു. കാര്യം അത്തരത്തിൽ ഒരു വിവാദം വന്നു കഴിഞ്ഞാൽ ക്യാമറ കണ്ണുകൾ മുഴുവൻ ഈ മനാഫിൻ്റെ പുറകെ പോകുമെന്നും ജനശ്രദ്ധ PV അൻവർ എന്നുള്ള ആ ഒരു വ്യക്തിയിൽ നിന്ന് മാറുമെന്നും സർക്കാരിൻ്റെ കാര്യം നിയമസഭ ഇന്ന് കൂടുമ്പോൾ പിന്നെ PV അൻവർ ഇരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് അത്തരത്തിലുള്ള വാർത്തകൾ, സർക്കാരുമായി ബന്ധപ്പെട്ട യാതൊരുവിധ വാർത്തകളും മെയിൻ സ്ട്രീമിൽ പൊങ്ങി വരില്ല എന്നുള്ളൊരു ധാരണ അത് മുൻനിർത്തിക്കൊണ്ട് സർക്കാരിൻ്റെ തന്നെ ചില കള്ളക്കളികളാണോ എന്നുള്ളൊരു സംശയം ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും കാര്യം ഈ മനാഫിനെതിരെയുള്ള കേസൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. നമ്മുടെ ജനങ്ങൾക്കിടയിൽ വിഭാഗീയത ഉയർത്താൻ ശ്രമിച്ചു എന്നൊരു കേസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വലിയ ഇമ്പോർട്ടൻസ് ഉള്ളതല്ല, തള്ളിപ്പോവും എന്നറിയാം. കാര്യം ഇപ്പോഴത്തെ ഈ സർക്കാരിന് എങ്ങനെയെങ്കിലും ഈ വലിയ വിഷയത്തിൽ നിന്നും തലയുറണമെന്നുണ്ട്. ജനങ്ങളുടെയും മീഡിയംസുടെയും ശ്രദ്ധ മാറ്റണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയാണോ ഈ ഒരു കളി എല്ലാം കളിച്ചത്? ഇതിൻ്റെ ബുദ്ധി കേന്ദ്രം സർക്കാർ തലത്തിൽ നിന്നാണോ എന്നാണ് ഇപ്പോൾ സംശയം. എന്തായാലും നമ്മുടെ പ്രേക്ഷകരുടെ വിലയേറിയ ഒരു അഭിപ്രായങ്ങൾ ഈ ഒരു വിഷയത്തിൽ ആവശ്യമുണ്ട്. മൊത്തത്തിലൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആർക്കും സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് തോന്നും. കാര്യം ഒരു ഫോണിൽ കൂടെ ഏതെങ്കിലും ഒരു തരത്തിലുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ചാൽ തീരാവുന്നൊരു പ്രശ്നം വലിയ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി ചെയ്യിക്കേണ്ടതായിരുന്നോ എന്ന് തന്നെ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം. പിന്നെ മനാഫിനെതിരെ കേസെടുക്കേണ്ട എന്ത് സാഹചര്യമാണ് ഉണ്ടായത്? ഇത്തരത്തിലുള്ള കേസെടുക്കാനൊരു സാഹചര്യവും ഇല്ല. കാര്യം അങ്ങനെ ഒരു കേസെടുത്തു കഴിഞ്ഞാൽ ജനങ്ങളുടെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് പോകുന്നു, സ്വാഭാവികം ചോറുണ്ടെന്ന് ആർക്കും മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിൽ എന്തോ ഒരു കള്ളക്കളി നടന്നിട്ടില്ലേ എന്ന് നമുക്ക് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത് ജനങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഈ ഒരു കാര്യത്തിൽ ആവശ്യമുണ്ട്. ഇതിൽ ഒരു കള്ളക്കളി നടന്നിട്ടുണ്ടോ? ഇതെല്ലാം പ്ലാനിങ് ആയിരുന്നോ? ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി ഈ അർജുൻ്റെ വീട്ടുകാരും സർക്കാരും കൂടെ ചേർന്ന് നടത്തിയ ഏതെങ്കിലും തരത്തിലുള്ള പ്ലാനിങ് ഇതിന് പിന്നിലുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അഭിപ്രായം പറയേണ്ടത്
ജനങ്ങൾ തന്നെയാണ്, നിങ്ങൾ തന്നെയാണ് അഭിപ്രായം പറയേണ്ടത്. തീർച്ചയായിട്ടും ജനങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാം കൂടെ മൊത്തത്തിൽ ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ എവിടൊക്കെയോ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് തോന്നും. എന്തായാലും ജനങ്ങൾ തീരുമാനിക്കട്ടെ.